മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാൻ ആഭ്യന്തര അന്വേഷണ സമിതി. ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കും. ഫോൺ രേഖകളുടെ വിശദാംശങ്ങൾ തേടും. നോട്ട് കത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിൽ കൊളീജിയത്തിൽ ഭിന്നാഭിപ്രായം. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സംസ്ഥാന കൌൺസിൽ യോഗം 11 മണിക്ക്. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 43-ാം ദിവസം. നിരാഹാര സമരം ഇന്ന് 5-ാം ദിവസം. സമരവേദിയിൽ ഇന്ന് കൂട്ട ഉപവാസം. ലഹരി വിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കളമശ്ശേരി കഞ്ചാവ് കേസിൽ പണം നൽകിയവർ പ്രതികളാവില്ല. പണം നൽകിയവരെ സാക്ഷികളാക്കും. സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. വേനൽ മഴ 98% അധികം പെയ്തുവെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കനത്ത ചൂട് തുടരും. ഗാസയിൽ മരണം 1,00,000 കടന്നു. വ്യാപക ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ഗാസയിൽ കൂട്ടപ്പലായനം. ആക്രമണം വേദനിപ്പിക്കുന്നതായും ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും മാർപ്പാപ്പ. കണ്ണൂർ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതികൾ CPM പ്രവർത്തകർ. 9 പ്രതികളും കുറ്റക്കാർ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ 3-ാം വട്ട ചർച്ചകൾക്കൊരുങ്ങി സൗദി. അമേരിക്കയും റഷ്യയും യുക്രൈനുമായി വെവ്വേറെ ചർച്ചകൾ. IPL-ൽ പുത്തൻ താരോദയമായി മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. സ്വപ്നതുല്യ അരങ്ങേറ്റത്തിന്റെ സന്തോഷത്തിൽ കുടുംബം. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് ശർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാൻ ആഭ്യന്തര അന്വേഷണ സമിതി. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാനും ഫോൺ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനുമാണ് വിദഗ്ധരുടെ സഹായം തേടുക. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് വൈകാനാണ് സാധ്യത. അതേസമയം അന്വേഷണം പൂർത്തിയാകും മുൻപ് ദൃശ്യങ്ങളടക്കം പുറത്തുവിടേണ്ടിയിരുന്നില്ലെന്ന അഭിപ്രായം സുപ്രീം കോടതി കൊളീജിയത്തിൽ ഉണ്ടെന്നും സൂചനകളുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, രാജ്യത്തെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ഈ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നോട്ടുകൾ അന്ന് കണ്ടെടുത്തത്. പക്ഷേ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിൽ ഒരു ശരികേടില്ലേ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ സംശയം തോന്നിയിരുന്നു. കാരണം അത് പുറത്തു വന്നതല്ല, പുറത്തു വിട്ടതായതുകൊണ്ട്. ഇപ്പോൾ ആ വിഷയത്തിൽ കൊളീജിയത്തിൽ എന്താണ് അഭിപ്രായ വ്യത്യാസം? ഈ വിദഗ്ധരുടെ സഹായം തേടുന്നത് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും? ശ്രീജ, സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 2 ജസ്റ്റിസുമാർ ഉൾപ്പെട്ട 3-അംഗ സമിതി ഏതായാലും വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമിതി ഏതായാലും തെളിവെടുപ്പ് നടത്തേണ്ട, പ്രത്യേകിച്ച് മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം ഡൽഹി പോലീസാണ് ആദ്യം ഈ തീപിടുത്തമുണ്ടായപ്പോൾ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിലെത്തിയത്. അവരുടെ മൊഴി രേഖപ്പെടുത്തും. 3 കോൺസ്റ്റബിൾമാരാണ് എത്തിയത്. അവരുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ തീ അണച്ചത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിന് പുറമെ ഫയർഫോഴ്സ് മേധാവി തന്നെ 2 തവണ നിലപാട് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യം പണം കണ്ടെത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു, അതിനുശേഷം അത് മാറ്റി പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം നിലപാട് സ്വീകരിച്ചു എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെയും നോട്ടീസ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തും. ഇതിന് പുറമെ യശ്വന്ത് വർമ്മയുടെ ഒരിക്കൽ കൂടി യശ്വന്ത് വർമ്മയുടെ നിലപാട് എന്ത് എന്ന് ആരായും അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയും. നേരത്തെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി സുപ്രീം കോടതിക്ക് സമർപ്പിച്ചത്. പക്ഷേ അതല്ല, ഈ ആഭ്യന്തര അന്വേഷണ സമിതി തന്നെ നേരിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ഇതുകൂടാതെ ചില സാങ്കേതിക കാര്യങ്ങൾ, പ്രത്യേകിച്ച്
ഫോൺ കോൾ രേഖകൾ ഇതിനോടൊപ്പം തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ ഫോൺ കോളുകളുടെ രേഖകളാണ് ശേഖരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വ്യക്തത വരുത്താനായി വിശദാംശങ്ങൾ അറിയാനും മറ്റുമായി സാങ്കേതിക വിദഗ്ധരുടെ സേവനം തേടും. ഇത് കൂടാതെ സുപ്രീം കോടതി തന്നെയാണ് ദൃശ്യങ്ങൾ പണം കണ്ടെത്തുന്ന കത്തിക്കരിഞ്ഞ നിലയിൽ പണം കണ്ടെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അപ്പോൾ അതിൻ്റെ ആധികാരികത ഉറപ്പിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് കണ്ടെത്തിയത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ തന്നെയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായവും തേടും. ഇങ്ങനെ നടപടിക്രമങ്ങൾ കുറേയധികം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു കാലതാമസം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന. അതേസമയം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട കാര്യത്തിൽ സുപ്രീം കോടതി കൊളീജിയത്തിൽ അഭിപ്രായ ഭിന്നത, പ്രത്യേകിച്ച് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സമർപ്പിച്ചത്. അതിപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നു, പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ അത്തരമൊരു നടപടികളിലേക്ക് പോകാറില്ല. അതിനൊപ്പം തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു, ചിത്രങ്ങളും പുറത്തുവിട്ടു. അത് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം സുപ്രീം കോടതി കൊളീജിയത്തിലുണ്ട്. കാരണം ഈ വിവാദമുണ്ടായതിന് പിന്നാലെ തന്നെ ഈ ജഡ്ജിയെ സ്ഥലം മാറ്റാൻ, അലഹബാദിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനമെടുത്ത കൊളീജിയമാണ്. പക്ഷേ ഇത്തരം നിലപാട്, അതായത് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചും തുടങ്ങിയ കാര്യങ്ങളിൽ കൊളീജിയത്തിന് തീരുമാനമുണ്ടായില്ല. മറിച്ച് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ധൃതി പിടിച്ചുള്ള നടപടിയിലേക്ക് കടക്കേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം സുപ്രീം കോടതി കൊളീജിയത്തിലുണ്ട്. അതാണിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്ത. ഏതായാലും ഇന്ന് സഭ സമ്മേളിക്കുന്ന ദിവസമാണ്. കാരണം കഴിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ശനിയാഴ്ചയാണ്. അതിനുശേഷമുള്ള സഭാ നടപടികൾ നടക്കുന്ന ദിവസമാണ്. സുപ്രീം കോടതിയും അതിനുശേഷമാണ് ഇന്ന് ചേരുന്നത്. ഏതായാലും ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം വിശദമായ ചർച്ച തന്നെ വേണം, എന്താണ് സംഭവിച്ചതെന്ന് വേണമെന്നൊരു ആവശ്യമായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുക. പ്രത്യേകിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയെ അറിയിച്ചേക്കും. ശ്രീജ, ഇത് രാകേഷ് വളരെ ഗൗരവമുള്ളൊരു സംഭവമാണ്. ഇതിൽ പക്ഷേ പല ഘട്ടത്തിൽ നടന്നിട്ടുള്ളത് അത്ര ആ ഗൗരവത്തോടെ ഉള്ളതല്ലാത്ത ഇടപെടലുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണമാവട്ടെ, അല്ലെങ്കിൽ ഈ വിഷ്വൽസ്, ഈ ഒരു സംഭവം നടന്ന ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഈ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളുടെ കാര്യത്തിലാവട്ടെ പല തലത്തിലും ഇതിലൊരു ഗൗരവത്തോടെ അല്ലാത്ത ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ കൊളീജിയത്തിനുണ്ടോ? കൊളീജിയം അങ്ങനെ ഒരു വിശദമായ അഭിപ്രായത്തിലേക്ക് അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിലേക്ക് ഇതുവരെ ഒന്നും കടന്നിട്ടില്ല. പക്ഷേ കൊളീജിയം നേരത്തെ ഈ വാർത്ത വന്നതിന് പിന്നാലെ, അതായത് ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെയാണ് കൊളീജിയത്തിൻ്റെ ഒരു ഇടപെടൽ, സുപ്രീം കോടതിയുടെ ഭാഗത്തൊരു ഇടപെടൽ ഉണ്ടായത്. അതിൻ്റെ ആദ്യഘട്ട ഇടപെടൽ എന്ന നിലയ്ക്കാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും നടപ്പിലായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ മറ്റ് ജുഡീഷ്യൽ ആക്ടിവിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് പൂർണ്ണമായും. ഏതായാലും അത്തരമൊരു നടപടി കൈക്കൊണ്ടത് കൊളീജിയത്തിന് തീരുമാനപ്രകാരമായിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായ നടപടികളിൽ കൊളീജിയത്തിന് തീരുമാനമുണ്ടായില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ. ഏതായാലും അത്തരം വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് ഒന്ന്, റിപ്പോർട്ട് പരസ്യപ്പെടുത്തി. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഈ റിപ്പോർട്ട്, പോലീസിന്റെ അടക്കം ഫയർഫോഴ്സിന്റെ അടക്കം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ് കൈമാറിയത്. പക്ഷേ അത് കൊളീജിയുമായി കൂടിയാലോചിക്കാതെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് അത് പ്രസിദ്ധപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഒപ്പം തന്നെ ദൃശ്യങ്ങൾ, അത് ആധികാരികത ഉറപ്പിച്ചിട്ടില്ല അവിടെ നിന്നുള്ള സംഭവത്തിന് ദൃശ്യങ്ങളാണോ എന്നുള്ളത്. അതിൽ പരിശോധന, ഈ ആഭ്യന്തര സമിതി തന്നെ ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം സഹായം തേടിയിട്ടുണ്ട് അതിൻ്റെ ആധികാരികത ഉറപ്പിക്കാനായിട്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ആ ദൃശ്യങ്ങൾ കൂടി സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഫയർഫോഴ്സും പോലീസും നൽകിയ വിവരങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് അത്തരമൊരു നടപടി ഉണ്ടായത്. പക്ഷേ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് അത്തരമൊരു നടപടിയിലേക്ക് കടക്കേണ്ടതിരുന്നില്ല, അത് അനിവാര്യമായിരുന്നില്ല എന്ന അഭിപ്രായമാണ് ഈ ഘട്ടത്തിൽ ഏതായാലും കൊളീജിയത്തിനുള്ളത്. ശ്രീജ, ശരി. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് BJPക്ക് പുതിയ പ്രസിഡന്റ് വരുന്നു എന്നതാണ്. BJPയുടെ പുതിയ പ്രസിഡന്റായി, സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ രാവിലെ 11 മണിക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. രാവിലെ നടക്കുന്ന BJP സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയായിരിക്കും പ്രഖ്യാപനം നടത്തുക. വിവരങ്ങളുമായി വി വിനോദ്, സാധാരണ നമ്മളൊരു നയിക്കാൻ പുതിയൊരാളൊക്കെ വരുമ്പോൾ പുതിയ മുഖം എന്ന് പറയാറുണ്ട്. പക്ഷേ സംസ്ഥാന BJPയെ സംബന്ധിച്ച് ഇത് തീർത്തും പുതിയ മുഖമാണ്, തീർത്തും പുതിയ ശൈലിയാണ്. ഏവരും ആകാംക്ഷയിലുമാണ്. എന്തൊക്കെയാണ് ഇനി നടക്കാനിരിക്കുന്ന നടപടിക്രമങ്ങൾ ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ? ശ്രീജ, 10 മണിയോടുകൂടി സംസ്ഥാന കൗൺസിൽ യോഗം ചേരും. 11 മണിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസത്തെ കോർ കമ്മിറ്റിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പറയുകയും അതിനെ മറ്റ് നേതാക്കൾ പിന്തുണയ്ക്കുകയും ചെയ്തു.
കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പേര് മാത്രമാണ് നൽകുന്നത്. ആ പേര് അംഗീകരിക്കുക എന്നതാണ്. ബാക്കിയെല്ലാം സാങ്കേതികമായ നടപടിക്രമമാണ്. ഇന്നലെ 2 മണിക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. അങ്ങനെയുള്ള നടപടികളും പൂർത്തിയായി. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ്. ശ്രീജ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇനി സംസ്ഥാന BJP-യുടെ പ്രവർത്തനം അറിയപ്പെടുന്നത് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് ശേഷവും മുൻപും എന്ന തരത്തിൽ തന്നെയായിരിക്കും. കാരണം ഇതുവരെ കണ്ടുവന്ന ഒരു പരമ്പരാഗത രീതിയുണ്ട്. അല്ലെങ്കിൽ കാലങ്ങളായി നിൽക്കുന്ന വി മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾ എന്ന പേരിൽ 2 ഗ്രൂപ്പുകൾ നിൽക്കുന്നു. ഇതിനുള്ളിൽ കുറുമുന്നണികളുണ്ട്. ഈ ഭാഗത്തു നിന്നുള്ള നേതാക്കൾ പലരും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നു. കൃഷ്ണദാസിന് ശേഷം ശ്രീധരൻപിള്ളയോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ വി മുരളീധരനോ അങ്ങനെ പല പേരുകൾ, മുരളീധരന് ശേഷമാണ് കുമ്മനം വരുന്നത്. അങ്ങനെ പല പേരുകൾ പല സാഹചര്യങ്ങളിൽ വന്നു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ സംഘടനാപരമായി സംസ്ഥാനത്ത് BJP-യുമായോ അല്ലെങ്കിൽ ഈ സംഘപരിവാർ സംഘടനകളുമായോ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു വന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പൂർണ്ണമായും സംസ്ഥാന രാഷ്ട്രീയത്തിലില്ലാതിരുന്ന ഒരു വ്യക്തിത്വമാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. 1 ലക്ഷം ഭൂരിപക്ഷമുണ്ടായിരുന്ന ശശി തരൂരിന്റെ വോട്ട് 15,000-ലേക്ക് കുറച്ചു കൊണ്ടുവരാൻ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഈ 2000-ന്റെ തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. രാജ്യസഭയിലേക്ക് എത്തുന്നു, പിന്നെ കേന്ദ്ര സഹമന്ത്രിയാകുന്നു. അദ്ദേഹത്തിന്റെ തട്ടകം പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ച് അവിടുത്തെ BJP നേതാക്കളുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ്. രാജീവ് ചന്ദ്രശേഖർ ഇനി സംസ്ഥാനത്ത് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അത് വളരെ സുപ്രധാനം തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് മുന്നിൽ വെല്ലുവിളികളുമുണ്ട്. ആദ്യത്തെ വെല്ലുവിളി എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനു മുൻപ് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനു മുൻപ് പാർട്ടിയെ സജ്ജമാക്കുക. ബൂത്ത് തലം മുതലുള്ള ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. മണ്ഡലം പ്രസിഡന്റുമാരെ അടക്കം ജില്ലാ പ്രസിഡന്റുമാരെ അടക്കം ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട്. പല ഗ്രൂപ്പുകളുടെയും ഭാഗമായി വന്ന ആളുകളാണ്. ഇവരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് പ്രധാന വെല്ലുവിളി. അതേസമയം ഇതുവരെ കണ്ട ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട്. ഇനി അത് ആ മട്ടിൽ രാജീവ് ചന്ദ്രശേഖരനോട് കാണിച്ചാൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു ഡയറക്റ്റ് ആക്സസ് ആണ് കേന്ദ്ര നേതൃത്വവുമായി ഉള്ളത്. അങ്ങനെ ഒരു നേരിട്ട് ബന്ധമുള്ള ആളിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ ഫ്രെയിമിലുണ്ടാകില്ല എന്ന തരത്തിലുള്ള സന്ദേശം കൂടി വരുന്നുണ്ട്. പുതിയ ഒരു ശാക്തിക ചേരി രൂപം കൊള്ളുന്നതിന്റെ ലക്ഷണം അത് സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ നേരത്തെ തന്നെ വന്നിരുന്നു. അതിപ്പോൾ അതിന്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നപ്പോൾ അദ്ദേഹത്തോട് അനിഷ്ടമുണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ സമീപനങ്ങളോട് യോജിപ്പില്ലാതിരുന്ന ആൾക്കാർ പലരും രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം ചേരും എന്ന വിലയിരുത്തലുണ്ട്. പക്ഷേ ആരെയൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഒപ്പം കൂട്ടുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈസ് പ്രസിഡന്റുമാർ ഇനി അങ്ങോട്ടുണ്ടാകില്ല. അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ കൈകളിലേക്ക് ഈ അധികാരം പൂർണ്ണമായി വരുന്ന ഒരു നിലയുണ്ടാകും. അതേസമയം കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ, ഇതുവരെ അവസരം കിട്ടാതിരുന്ന ആളുകളെ ഒപ്പം ചേർത്തുകൊണ്ടുള്ള ഒരു തന്ത്രത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോകുമെന്നും അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ MD രമേശ്, ശോഭാ സുരേന്ദ്രൻ പോലുള്ളവർക്ക് സുപ്രധാനമായ ഒരു പദവി നൽകിക്കൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് പക്ഷമുണ്ട്. അവർക്ക് ഇതുവരെ മുരളീധരന് ശേഷം മുരളീധരന്റെ 5 കൊല്ലം, അതിനുശേഷം സുരേന്ദ്രന്റെ 5 കൊല്ലം, ഇങ്ങനെ അല്ലെങ്കിൽ ഈ കുമ്മനമൊക്കെ പൂർണ്ണമായും ഒരു കൃഷ്ണദാസ് പക്ഷ നേതാവ് എന്ന് പറയാൻ പറ്റില്ല. ശ്രീധരൻ പിള്ളയൊക്കെ അങ്ങനെ നിന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ദീർഘകാലമായി അകന്നു നിൽക്കേണ്ട അല്ലെങ്കിൽ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. ഏതായിരുന്നാലും കേരളത്തിലെ പാർട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് തന്നെയാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അത്തരമൊരു ഇടപെടലിന്റെ ഭാഗമാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രാദേശിക തലത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാഴ്ചവെക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് വലിയ സംഘടന പരിചയം ഇല്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് അത് ഒരു കൗതുകമുള്ള കാര്യം തന്നെയാണ്. മറ്റു വാർത്തകൾ നോക്കാം. ലഹരി വിരുദ്ധ പരിപാടികൾ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരുകയാണ്. പോലീസ്, എക്സൈസ് തുടങ്ങി പ്രധാന വകുപ്പുകളുമായി ആദ്യഘട്ടത്തിൽ ആശയവിനിമയം നടത്തും. ഈ ലഹരി വരുന്ന വഴികൾ തടയുക, ഈ ലഹരിക്കെതിരായ ക്യാമ്പയിനുകൾ വിപുലമാക്കുക എന്നതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. വി വിനോദ് തന്നെ വിവരങ്ങൾ നൽകും. വിനോദ്, ഈ ലക്ഷ്യത്തോടെ, അതായത് ലഹരിയുടെ ചങ്ങലകൾ മുറിക്കുക, ഒപ്പം ആളുകളിലേക്ക് ഇതിനെതിരായ അവബോധം വളർത്തുക, ഇതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് ഇന്നത്തെ യോഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, എന്തൊക്കെ കാര്യങ്ങളാവും ഈ യോഗത്തിൽ വരിക?
ശ്രീജ, ഇന്ന് 11 മണിക്കാണ് യോഗം ചേരുന്നത്. നേരത്തെ തന്നെ ലോ ആൻഡ് ഓർഡർ ADGPയും എക്സൈസ് കമ്മീഷണറും യോഗം ചേരുകയും സംയുക്തമായ പരിശോധനയ്ക്ക് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്കാണ് മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നത്. നേരത്തെ പാർട്ടി സമ്മേളനത്തിലേക്ക് തിരക്കുണ്ടായിരുന്നു, സഭാ സമ്മേളനം നടക്കുകയാണ്. തിരക്കുകൾക്കിടയിലും ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട യോഗം മുഖ്യമന്ത്രി വിളിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം, അതിന്റെ ഒരു ഗൗരവസ്ഥിതി മനസ്സിലാക്കി തന്നെയാണ്. യുവാക്കളിൽ ഒരു വിഭാഗം പേർ രാസലഹരിക്ക് അടിപ്പെട്ട് ഒരുപാട് അതിക്രമങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കൊലപാതകങ്ങൾ, ഈ വീടിനുള്ളിൽ സ്ത്രീകൾക്കെതിരെ അമ്മയോ സഹോദരിയോ മുത്തശ്ശിയോ തുടങ്ങി ആളുകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, വീട്ടിലുള്ള തന്നെ പുരുഷന്മാരെ ആക്രമിക്കുക, പുറത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നം സൃഷ്ടിക്കുക, ഇങ്ങനെയുള്ള തരത്തിലേക്ക് ഈ യുവാക്കൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഡി ഹണ്ട് എന്ന പേരിൽ പോലീസിന്റെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ശരാശരി ഒരു ആഴ്ചയിൽ ഏതാണ്ട് ഈ സമീപ ആഴ്ചകളുടെ കണക്കെടുക്കുമ്പോൾ 1000-നടുത്ത് അറസ്റ്റുകളാണ് നടക്കുന്നത്. ആ തരത്തിലേക്ക് ഇതിനകം തന്നെ ആ നടപടികൾ മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കണ്ണികളെ പിടികൂടുക എന്നതായിരുന്നു ഇതുവരെ, അല്ലെങ്കിൽ ഈ വിതരണത്തിന്റെ ഏറ്റവും എൻഡിലെ ആളുകളെ പിടികൂടുക എന്നതായിരുന്നു ഒരു രീതി. സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ വരുന്ന ആളുകൾ, കുട്ടികൾക്കിടയിൽ ഇത് വിതരണം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റു യുവാക്കൾക്കിടയിൽ വിതരണം ചെയ്യുന്ന കഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിൽപ്പന നടത്തുന്ന ആളുകൾ, ഇവരെ പിടികൂടുന്നു, ഈ കേസ് അവസാനിക്കുന്നു എന്നതായിരുന്നു ഒരു രീതി. പക്ഷേ ഇപ്പോഴുള്ള ഒരു തീരുമാനം ഇതിന്റെ അറ്റം തേടിപ്പോവുക, ഈ ശൃംഖലയുടെ ഏറ്റവും ആദ്യത്തെ ആളുകളെ തേടിപ്പോവുക എന്ന ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് പോലീസും എക്സൈസും പോകുന്നുണ്ട്. ആ തരത്തിലുള്ള ചില അറസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ സ്വദേശി അഷ്കർ എന്ന കണ്ണൂർ സ്വദേശിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. അത് തിരുവനന്തപുരത്ത് നടന്ന മറ്റൊരു അറസ്റ്റിനെ പിൻപറ്റി നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഇതിലെ ഒരു പ്രധാന കണ്ണി പിടിയിലാകുന്നത്. ബാംഗ്ലൂരിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. മറ്റ് ചില രാജ്യങ്ങളിൽ നിന്ന്, ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ, ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ഇവർ താമസിക്കുന്ന ക്യാമ്പുകളിൽ ഇത്തരത്തിൽ സിന്തറ്റിക് ഡ്രഗ് അത് ഉൽപ്പാദിപ്പിക്കുന്നു, അത് തയ്യാറാക്കുന്നുണ്ട്. അതിന്റെ വിപണിയായി കേരളം മാറുന്നു എന്നതാണ് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. ഈ നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത്. ഇവരാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇവർ പഠനാവശ്യത്തിന് വരുന്ന ആളുകളുണ്ട്. വിദ്യാർത്ഥികളായി ഇവിടെ എത്തി അവർ ഈ പഠനം എന്ന കാര്യം പറഞ്ഞ് ഇവിടെ എത്തുകയും പിന്നീട് ലഹരി തയ്യാറാക്കുകയും അതിന്റെ വലിയ കണ്ണികളായും വിൽപ്പനക്കാരായും മാറുകയും ചെയ്യുന്നു. ഇതിന് കേരള പോലീസിനും എക്സൈസിനും മറ്റ് സംസ്ഥാനങ്ങളുടെ സഹായം കൂടി വേണ്ടിവരും. കാരണം കർണാടക, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കൂടുതൽ മയക്കുമരുന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒഡീഷയിൽ നിന്ന് മയക്കുമരുന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് ഈ പരുത്തിപ്പാറയിൽ ഒരു യുവാവിന്റെ വീട്ടിൽ നിന്നാണ് ഹാഷിഷ് ഓയിലും അതോടൊപ്പം തന്നെ ബ്രൗൺ ഷുഗറും കഞ്ചാവും ഈ സ്റ്റാമ്പുകളും ഒക്കെ തന്നെ, അതായത് ഒരു വീട്ടിൽ നിന്നാണ് ഇത്രയധികം വ്യത്യസ്തമായ ലഹരി വസ്തുക്കൾ പിടികൂടുന്നു. അങ്ങനെ ഒരു വലിയൊരു ശേഖരം തന്നെ ആ 24-കാരന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ്. ഒഡീഷയിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥിയാണ്. ആ വിനോദ്, അത് ഒരു സംഭവം മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മളെ ഈ തരത്തിൽ ആശങ്കയിലാക്കുന്ന നിരവധി വാർത്തകൾ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു കേന്ദ്രീകൃതമായ, വളരെ സംഘടിതമായി തന്നെ ഇങ്ങനൊരു പ്രവർത്തനം നടത്തേണ്ടി വരുന്നതിന്റെ ആവശ്യകത, ആ ലക്ഷ്യത്തിലേക്കാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ച യോഗം വിരൽ ചൂണ്ടുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും വേനൽ മഴ ശക്തമാവുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട് േണ്ടി വരുന്നതിന്റെ ആവശ്യകത, ആ ലക്ഷ്യത്തിലേക്കാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വിളിച്ച യോഗം വിരൽ ചൂണ്ടുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അടുത്ത 5 ദിവസം മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. പരമാവധി 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പക്ഷേ മഴ പെയ്യും എന്നൊക്കെ മുന്നറിയിപ്പുള്ളപ്പോൾ പോലും അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉയർന്ന തോതിലാണ്. പ്രത്യേകിച്ച് ഇടുക്കി, മൂന്നാർ, കൊല്ലം, കൊട്ടാരക്കര തുടങ്ങിയ ഇടങ്ങളിൽ UV ഇൻഡെക്സ് ഉയർന്നു നിൽക്കുകയാണ്. മുൻകരുതലിന്റെ ഭാഗമായി വെയിലാണെങ്കിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് വെയിലേൽക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. IPL-ൽ ഒരു പുത്തൻ മലയാളി താരോദയം. ഇന്നലെ ചെന്നൈയും മുംബൈയും ചെപ്പോക്കിൽ ഏറ്റുമുട്ടിയപ്പോൾ അവിടുത്തെ തമിഴ് ആരാധകരുടെ പോലും കയ്യടി വാങ്ങിയ ഒരു മലയാളി താരം മുംബൈ ടീമിലുണ്ട്. പേര് വിഘ്നേഷ് പുത്തൂർ. 24-കാരനായ ഈ ലെഗ് സ്പിന്നറാണ് ഇപ്പോൾ ഗൂഗിളിൽ എല്ലാവരും തിരഞ്ഞ് ട്രെൻഡിംഗ് ആവുന്നത്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി സ്വപ്നതുല്യമായ അരങ്ങേറ്റം കുറിച്ചതിന്റെ സന്തോഷമാണ് വിഘ്നേഷിന്റെ കുടുംബത്തിന് പങ്കുവയ്ക്കാനുള്ളത്. വരും മത്സരങ്ങളിൽ ഇതേ മികവ് തുടരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് ഇവർക്ക്.
IPL ഇന്നലെ ചെന്നൈയും മുംബൈയും തമ്മിലുള്ള മത്സരം നടന്നപ്പോൾ ചെന്നൈ ഫാൻസ് എല്ലാം തന്നെ വലിയ ആവേശത്തിലായിരുന്നു. കാരണം ചെന്നൈ ജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ചെന്നൈ വിറപ്പിച്ചത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു മലയാളി താരമാണ്, നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി വിഘ്നേഷ്. വിഘ്നേഷിൻ്റെ അരങ്ങേറ്റവും അവിസ്മരണീയമായിരുന്നു. വിഘ്നേഷും ധോണിയുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മളിപ്പം വിഘ്നേഷിൻ്റെ കുടുംബം തന്നെ ചേരുന്നുണ്ട്. അച്ഛൻ സുനിൽകുമാർ, അമ്മ ബിന്ദു, ഒപ്പം കോച്ച് ചേരുന്നുണ്ട്. വലിയ സന്തോഷമായിരുന്നു അല്ലേ? എന്താണ് ആദ്യം മകനെ ഈ ഒരു സ്ക്രീനിൽ കളിക്കുന്നത് കാണുമ്പോൾ തോന്നിയത്? അത് ഇന്നലെ ഇറങ്ങുന്ന പ്രതീക്ഷ ഉണ്ടായില്ല. പെട്ടെന്ന് ഇറങ്ങി നന്നായി പെർഫോം ചെയ്തു. 3 വിക്കറ്റ് എടുത്തു. വലിയ സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്. മത്സരത്തിന് മുമ്പ് വിളിച്ചിരുന്നോ? പോകുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വിളിച്ചു. 12 മണിയായപ്പോൾ വിളിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ നാട്ടിലിങ്ങനെ കളിച്ച് നടക്കുമ്പോഴൊക്കെ ആദ്യം എല്ലാവരും പഠിക്കാൻ പോകുന്നതാണ് പറയാം. പക്ഷേ ഈ അവൻ്റെ താല്പര്യം ഈ ക്രിക്കറ്റിലാണെന്ന് മനസ്സിലാക്കി പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞതും ഇന്നിപ്പോൾ അവന് ഈ ഒരു IPL-ന്റെ ഒരു പ്രധാന മത്സരത്തിൽ 3 വിക്കറ്റ് എടുത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് കാണുമ്പോഴും എന്താണ് തോന്നുന്നത്? അത് പെരിന്തൽമണ്ണ വിജയൻ സാറുണ്ട്. നമ്മളെ വിജയൻ സാറുടെ ക്യാമ്പിലാണ് ആദ്യം കൊണ്ടാക്കിയിട്ടുള്ളത്. അന്ന് ചെറിയ കുട്ടിയാണ്, എന്നാലും പിന്നെ അവിടുന്നാണ് മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള തുടക്കം വിജയൻ സാറാണ്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. മോന് ഇന്നലെ മാച്ചിൽ ഇറങ്ങാൻ കഴിഞ്ഞ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. 3 വിക്കറ്റ് കൊടുത്തു. അപ്പോൾ ഇരട്ടി സന്തോഷമായി. മുഴുവൻ ഇരുന്ന് കണ്ടു. എന്താ പറഞ്ഞത് കളിക്ക് ശേഷം വിളിച്ചപ്പോൾ? അവനും അതേ നല്ല സന്തോഷത്തിലാണ്. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെയും പ്രാർത്ഥനയും എല്ലാം കൊണ്ടും ഇവിടെ വരെ എത്തി. ഇന്നലെ കളിക്കിറങ്ങുന്നത് കരുതിയിരുന്നു? ഇന്നലെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കളിക്കിറങ്ങുന്നുള്ളത്. എന്താണ്, കോച്ചാണ്, അദ്ദേഹത്തിനാണ് അറിയാം മകൻ്റെ കളിയെക്കുറിച്ചൊക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്നലത്തെ കളിയെ വിലയിരുത്തുന്നത്? വളരെ സന്തോഷം. കാരണം അഭിമാനത്തിൻ്റെ നിമിഷം. അത്രയും ഫസ്റ്റ് ബോൾ മുതൽ വെരി ഗുഡ് ബോൾ. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്, IPL ആണ് കളിക്കുന്നത്. മുംബൈ ടീമിന്, അത്രയും വലിയ ടീമിന് വേണ്ടി കളിക്കണു. എഗെയിൻസ്റ്റ് കളി എല്ലാം വലിയ ടീം തന്നെയാണ്. ഫസ്റ്റ് തന്നെ എറിയുന്നത് രുദ്രാജ്, നല്ല ഹിറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും യാതൊരു പരിഭ്രമവും കാണിച്ചില്ല. ഫസ്റ്റ് ബോള് വെരി ഗുഡ് ബോൾ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് സന്തോഷമായി. കാരണം സാധാരണ ഒരു 5 മാച്ചിലൊക്കെ പരിഭ്രമം കാണും, മോശമാവും. പക്ഷേ എന്നാലും 6ാമത്തെ മാച്ച് എല്ലാവരും കളിപ്പിക്കും. പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ക്രിക്കറ്റ് ഭാഷയിലൊക്കെ കമന്റേറ്റേഴ്സൊക്കെ പറയും ഫസ്റ്റ് ബോൾ റൈറ്റ് ഓൺ മണി. അതിൽ ഫസ്റ്റ് ഓവറിൽ ഫസ്റ്റ് വിക്കറ്റ്, സെക്കൻഡ് ഓവർ സെക്കൻഡ് വിക്കറ്റ്, തേർഡ് വിക്കറ്റ്. അതിലൊക്കെ ആ 3 ഓവറിലും 4ഉം 6ഉം കൊടുത്തില്ല. അപ്പോൾ നല്ല പിടിച്ചെറിഞ്ഞു, നല്ല രീതിയിൽ എറിഞ്ഞു. അപ്പോൾ ഇത് ഫീൽഡിങ്ങും നന്നായി ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ വിഘ്നേഷിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബൗളിംഗ് തന്നെയാണ്. അപ്പോൾ നല്ല ഏരിയയിൽ ചെയ്തു. അപ്പോൾ ഇത് എല്ലാം ആയി എന്ന് വിചാരിച്ച് ഗ്രാഫ് നിർത്താതിരിക്കുക. ഗ്രാഫ് മുകളിലേക്ക് തന്നെ പോകണം. ഇപ്പം ചെയ്തതിനേക്കാളും ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇന്നലെ വരെ ഇപ്പം നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആരൊക്കെ ചൈനാമനെ എറിയുന്നതെന്ന് വെച്ചാൽ കുൽദീപ് യാദവ് എന്നൊരാളുടെ പേരാ പറയുക. അപ്പം ഇന്നലെ ഒരു 10 മണിക്ക് ശേഷം വിഘ്നേഷിനും കൂടി പറയും. എങ്ങനെയാണ് ഈ ചൈനാമാനിലേക്ക് അവനെ മാറ്റിയെടുത്തത്? ആദ്യം എങ്ങനെയാണ് അവൻ്റെ ബോളിംഗ് ഉണ്ടായിരുന്നത്? അല്ല, അത് സാധാരണ കുട്ടികളുടെ മാതിരി എല്ലാവർക്കും ഫാസ്റ്റ് ബോളിംഗ് ഇഷ്ടമുണ്ടാവും, സ്പിൻ ഉണ്ടാവും, ഓഫ് സ്പിന്ന്, ലെഗ് സ്പിൻ എല്ലാം അറിയും. അപ്പോൾ അതിൽ എറിയുമ്പോൾ നമ്മളെ രവീന്ദ്ര ജഡേജയുടെ മാതിരി ലെഫ്റ്റ് ഹാഫ് സ്പിൻ എറിഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ ഇത് നോക്കി അതെല്ലാം കളിക്കുമ്പോൾ 10 വയസ്സ് 12 വയസ്സിലെല്ലാം നോക്കും നമ്മൾ. അത് കഴിഞ്ഞ് ചിലപ്പോൾ ആ കുട്ടി നല്ല വിക്കറ്റ് കീപ്പറാവും. അപ്പോൾ എല്ലാം നമ്മൾ ശ്രമിച്ചിരിക്കും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ ചൈനാമാൻ എറിയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. ലെഗ് സ്പിൻ ബുദ്ധിമുട്ടാണ്, ലെഫ്റ്റ് ആം ലെഗ് സ്പിൻ അതിനേക്കാൾ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ ആള് വളരെ ഒരു കൂൾ കസ്റ്റമറാണ്. ഇവിടെ ചേർക്കാൻ വന്നപ്പോൾ തന്നെ ബാബുവേട്ടൻ പറഞ്ഞു കുറച്ച് അന്തർമുഖനാണ്, അധികം സംസാരിക്കില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ക്രിക്കറ്റിൽ നമ്മൾ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓടുമ്പോൾ സ്നോ എന്ന് പറയണം, അല്ലെങ്കിൽ അപ്പീൽ ചെയ്യുമ്പോൾ വിസായിട്ട് പറയണം, അല്ലാണ്ട് അധികം സംസാരിച്ച് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യുക. അത് മാച്ചിലാണെങ്കിലും പ്രാക്ടീസിലാണെങ്കിലും ചെയ്യുക. നല്ലോണം ആബ്സെൻ്റ് ആവാതെ വരിക. ഇനി അഥവാ ആബ്സെന്റ് ആണെങ്കിൽ അവൻ റീസൺ പറയില്ല. പരീക്ഷയാണെങ്കിൽ അച്ഛൻ പറയണം. കാരണം അങ്ങനെ വന്ന് ഫേസ് ചെയ്ത് പറയില്ല. പക്ഷെ ആ മൈനസ് പോയിന്റ് ഒക്കെ ക്രിക്കറ്റിൽ പ്ലസ് ആയിരുന്നു. ഈ ശരിക്ക് ഇന്നലെ ഇത്രയും വലിയ ഒരു ക്രൗഡിന് മുൻപിൽ
ധോണിയെ പോലെ വലിയൊരു മനുഷ്യൻ, ഏറ്റവും വലിയൊരു കളിക്കാരൻ, അത് വിഘ്നേഷിനെ അഭിനന്ദിക്കുകയാണപ്പോൾ കോച്ചിന് എന്താണ് തോന്നിയത്? അല്ല, പിന്നെ ധോണിയെ ഒരു കൈ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവൽ അത്രയും കൂടും. കാരണം അങ്ങനെ ഒരു ലെജൻഡ് നമ്മളെ അടുത്ത് വന്നതെന്ന് അപ്രീഷിയേറ്റ് ചെയ്യല്ലേ. നമ്മൾ ഇനിയും കളിക്കേണ്ടവനാണ്, ഇനിയും പിന്നെ അയാള് യു വിൽ പ്ലേ ഫോർ ഇന്ത്യ എന്തായാലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു വേർഡ് മതി. എന്താ പറഞ്ഞത് നമുക്കറിയില്ല. അതിപ്പോൾ ഇന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും. പക്ഷേ നമ്മളെ ഗ്രാഫ് താഴത്ത് പോകരുത്. എന്റെ പ്രാർത്ഥനയാണ് അത്. അവനോട് പേഴ്സണലി സംസാരിച്ചോ? ഇല്ല, ഇന്ന് വിളിക്കാൻ നിൽക്കുകയാണ്. കാരണം ഒരുപാട് കോളും പിന്നെ റെസ്റ്റും എല്ലാം വേണ്ടല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്ത് ഇന്ന് വിളിക്കണം. എന്തായാലും അടുത്ത കളിയിൽ ഇതിനും മികച്ചൊരു പ്രകടനം കാഴ്ച. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പെരിന്തൽമണ്ണയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ബോംബെ ഇന്ത്യൻസിൽ എത്തുക എന്ന് പറഞ്ഞാൽ ആളും പ്രതീക്ഷിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ ഇവർ ഈ പാരന്റ്സ് വിട്ട മാതിരി ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് പ്രശ്നമാണ് കളിയും പഠിത്തവും. കാരണം നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് അക്കാഡമിക്സ് കോംപ്രമൈസ് ചെയ്തിട്ട് കളിയൊന്നുമില്ല. അപ്പോൾ അതും രണ്ടും സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകാം. PG കഴിഞ്ഞ ഒരു കുട്ടി മുംബൈ ഇന്ത്യൻസിനും കളിച്ചില്ലേ. അപ്പം 10ാം ക്ലാസ് തോറ്റൊന്നുമില്ല, PG കഴിഞ്ഞ കുട്ടിയാണ്. അപ്പൊ അത് രണ്ടും സൈഡ് ബൈ സൈഡ് പോവാം. ഇങ്ങനെ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ എന്നും കളിക്കാം. ആലപ്പുഴയ്ക്ക് വേണ്ടി ക്ലബിനോട് കളിക്കുമ്പോഴാണത് ഈ കേരള ടീമിലേക്കുള്ള ഒരു സാധ്യത എത്രമാത്രം ഉണ്ടായിട്ട്? ഇനിയും നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ അല്ലേ, ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ വിളിക്കുകയാണെങ്കിൽ അതെന്നെ പറയുള്ളൂ. ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ടേ ഉള്ളൂ. ഇനി പിന്നെ മുംബൈയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഒതുങ്ങണ്ട, ഇന്ത്യൻ ടീമിൽ തന്നെ കളിക്കണം. പിന്നെ എന്താണ് ബ്രദർ, സഹോദരൻ, കസിൻ ബ്രദർ അല്ലേ? അതെ, കളി കണ്ടു വളരെ സന്തോഷത്തിലാണ്. ഏതൊരു പ്ലെയറും ആഗ്രഹിക്കുന്ന ഒരു തുടക്കം തന്നെയാണ് ഇന്നലെ വിഘ്നേഷിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കളി ഇനിയും ഒരുപാട് കോച്ച് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത്തരത്തിൽ ഇങ്ങനെ 3 വിക്കറ്റ് നേടി ടീമിനെ കളിയെ പിടിച്ചു നിർത്തിയതിൽ നിർണായക പങ്ക് വഹിച്ചതിൽ വളരെ വലിയ സന്തോഷം. ഇനിയുള്ള മത്സരങ്ങളിലും ആ മികവ് തുടരാനാവട്ടെ. അതാണ് കുടുംബത്തിന് പറയാനുള്ളത്. ഏറെ പ്രതീക്ഷകളുണ്ട്, ഏറെ പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം തന്നെ തുടരാൻ, നിലനിർത്താൻ കഴിയട്ടെ എന്ന് മാത്രം നമുക്കും ആശംസിക്കാം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പെരിന്തൽമണ്ണയിൽ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറാണ് വിഘ്നേഷിൻ്റെ അച്ഛൻ. ഒരു സാധാരണ വീട്ടമ്മയാണ് ബിന്ദു എന്ന വിഘ്നേഷിൻ്റെ അമ്മ. പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ വളരെ നിശ്ചയദാർഢ്യത്തോടെയും അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെയുമുള്ള സ്വപ്നങ്ങളാവുമ്പോൾ ഇതുപോലെ ഇന്നലത്തെ മത്സരത്തിൽ വിഘ്നേഷ് താരമായതുപോലെ സംഭവിക്കും. അത് ഒരു ഏറ്റവും സന്തോഷമുള്ളൊരു കാഴ്ചയുമാണ്. ഇനി ഇന്നലത്തെ മത്സരവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി പോകാം. IPL ഇന്നലത്തെ 2ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് പക്ഷേ വിജയം നേടി. 4 വിക്കറ്റിനാണ് മുംബൈയെ തകർത്തത്. 156 വിജയലക്ഷ്യം അവസാന ഓവറിൽ ചെന്നൈ മറികടന്നു. ചെന്നൈക്കായി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും രജൻ രവീന്ദ്രയും അർദ്ധ സെഞ്ചുറി നേടി. മുംബൈക്കായി IPL ആദ്യ മത്സരത്തിനിറങ്ങിയ വിഘ്നേഷ് പുത്തൂർ 3 വിക്കറ്റ് വീഴ്ത്തി. അവസാന ഓവർ വരെ ആ മത്സരത്തെ ഇങ്ങനെ ആകാംക്ഷയോടെ കൊണ്ടുപോകുന്നതിൽ വിഘ്നേഷ് വലിയ പങ്കാണ് വഹിച്ചത്. IPL രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മിന്നും ജയം. ബാറ്റർമാർ അടിച്ചു തകർത്ത മത്സരത്തിൽ 44 റൺസിനാണ് ഹൈദരാബാദിന്റെ ജയം. 287 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 242 റൺസ് എടുക്കാനേ ആയുള്ളൂ. രാജസ്ഥാൻ നിരയിൽ ധ്രുവ് ജൂറലും സഞ്ജു സാംസണും അർദ്ധ സെഞ്ചുറി നേടി. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് IPL ചരിത്രത്തിലെ തന്നെ 2ാമത്തെ ഉയർന്ന സ്കോർ കുറിച്ചാണ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 286 റൺസാണ് ഹൈദരാബാദ് അടിച്ചുകൂട്ടിയത്. ഹൈദരാബാദിനായി ഇഷാൻ കിഷൻ സെഞ്ചുറിയും ട്രാവിസ് ഹെഡ് അർദ്ധ സെഞ്ചുറിയും നേടി. ഇന്നത്തെ മത്സരം നോക്കാം. IPL ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ACA ഇന്റർനാഷണൽ സ്റ്റേഡിയം വിശാഖപട്ടണത്ത് രാത്രി 7:30ക്കാണ് മത്സരം. ഡൽഹി ക്യാപിറ്റൽസിനെ അക്സർ പട്ടേൽ നയിക്കുമ്പോൾ ഋഷഭ് പന്ത് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നയിക്കും. ഇരു ടീമുകളുടെയും സീസണിലെ ആദ്യ മത്സരമാണിത്. മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ
അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണ്? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയ യുവതിക്ക് നേരെ ഇന്നലെ ആസിഡ് ആക്രമണമുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ യുവതിയുടെ അമ്മ, പ്രഭിഷയുടെ അമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പോകുന്നതിനിടയിൽ പിന്നെ ഓളെ ആങ്ങളെ കൊണ്ടുവന്ന സമയത്ത് പിന്നെ ബൈക്കിൻ്റെ പിന്നിൽ ഇങ്ങനെ ഓണടിച്ച് വന്നപ്പോൾ ഓല് ചോദിച്ചു എന്താ വേണ്ട, മോന് അമ്മേനെ കാണണമെന്നാണ്. അപ്പം പറഞ്ഞ് പിന്നെ ഞങ്ങളെ പീടിയൻ്റെ അടുത്തുനിന്ന് കാണാം. അവിടെ നിർത്തി. അപ്പോൾ ഇവ ഇങ്ങനെ അരയിലിങ്ങനെ കൈവച്ചിട്ട് എന്തോ എടുക്കാൻ നോക്കുന്നുണ്ടെന്ന് ഓളെ അഞ്ചൻ പറഞ്ഞു. അപ്പോൾ അന്നേരം ടൗണിലെത്തിയതിനെ കൊണ്ട് അതൊന്നും ചെയ്യാനായില്ല. ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവള് വീട്ടിൽ 2-3 ദിവസം പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് 2-3 ദിവസം വീട്ടിൽ കിടന്നിരിക്കും. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഈ ഇതിൻ്റെ വാർപ്പിൻ്റെ എയർ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഓളെ. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവളെ ഫോണായിട്ട് കാണത്തില്ല. അപ്പോൾ വേറൊരു നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം കാണണമെങ്കിൽ എൻ്റെ ഫോണൊന്ന് ഓണാക്കിയാൽ കാണാം. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിക്കുന്നുള്ള ഒരു തെളിവ് ഞാൻ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ഫോൺ ഓണാക്കിയതാ. അപ്പോൾ അതൊക്കെ ഓളെ ഫോണിലുണ്ട് ആ ഫോട്ടോ ഒക്കെ. ഓ എപ്പോഴും പറയും എങ്ങനെയാണ് എൻ്റെ കൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാവരെയും ഓളെ മാത്രമല്ല അച്ഛനെയും അമ്മേനെയും ആങ്ങളേനെയും ഒക്കെ കൊല്ലും. പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്ത ബാലുശ്ശേരി സ്റ്റേഷനിലാണ്. ഞങ്ങളെ പരാതികൾ ഒരു 5-8 പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ, ഓനെ പിടിക്കൂ. ഞാളിങ്ങ് ഇറങ്ങുന്നേരം ഓനെയും ഇറക്കും. പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു 1.5 കൊല്ലം മുന്നേ വീട്ടിൽ വന്നിട്ട് എന്നെ അടിച്ച്, ഓളെ അടിച്ച്, പിന്നെ ഓല് തന്നെ പിന്നെ വനിതാ പോലീസൊക്കെ വന്നിട്ടാണ് ഞങ്ങളെ ആസ്പത്രി കൊണ്ടുവന്നതും. പിന്നെ ഓല് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയതൊക്കെ. എന്നിട്ട് കേസ് കൊടുത്തിട്ട് അതിനെപ്പറ്റി പിന്നെ ഒന്നുമില്ല. പിന്നെ ഈ പരാതി ഞങ്ങൾ എയർഹോസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു എന്തിനു കൊടുക്കാനാ, ഇനി പിന്നെ ഇതൊക്കെ ഉണ്ടോ, ഇത്രയൊക്കെ ഉണ്ടോ, അതൊന്നും അറിയാം. അതുകൊണ്ടാണല്ലോ പിന്നെ വാണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 4 പ്രാവശ്യം അല്ലെ ഒരു 3 പ്രാവശ്യമൊക്കെ അല്ലേ വാണിംഗ്. ഇത് 5-8 പ്രാവശ്യം കേസ് കൊടുത്തിട്ടും വാണിംഗ് അവനെ വിടുകയാണ് അവർ ചെയ്യുന്നത്. വാലുശ്ശേരി പോലീസിലാണ് ഞങ്ങളെ പരാതി. ഇപ്പം പരിക്ക് ഒന്നും പറയാനായില്ല. ഡോക്ടർ വന്നിട്ടില്ല. ഒരു കണ്ണ് തിരെ അടഞ്ഞു പോയിക്ക്, ഒരു ഭാഗം മുഖവും വല്ലാത്തൊരു രൂപം. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഉള്ളിൽ കഴിച്ചു പോയിക്ക്, വായിലായിട്ട് തൊണ്ടയിലൊക്കെ പൊള്ളിയിക്കുന്നുണ്ട്. ഇന്നലെ ഛർദ്ദിച്ചപ്പോൾ രക്തമൊക്കെ വന്നിരുന്നു. ഇപ്പം പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാനാവുന്നില്ല. ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഛർദ്ദിച്ചു പോകുന്നു. നെഞ്ച് മൊത്തമുണ്ട്. പോലീസ് അന്ന് ഓരോന്നും ചെയ്തില്ല. ഞങ്ങളെ നാട്ടും പുറത്തുള്ള ആൾക്കാർ തന്നെ ഇവർ എത്ര പ്രാവശ്യം ഇങ്ങനെ കേസ് തന്നിട്ട് നിങ്ങളെന്താ അവനെങ്ങനെ വിടുന്നത്, ഇത്രയും പിന്നെ ഇങ്ങനെ ചെയ്തിട്ട്. ഞങ്ങളെ വീട്ടിൽ 8 കൊല്ലമായ വീട്, ഒരു 15 കൊല്ലമായ വീടിൻ്റെ പഴക്കമുണ്ട്. വെച്ചാൽ അവനൊക്കെ ഒരു ജനലിന് പോലും ചില്ലില്ല.
അതൊക്കെ പോലീസുകാർ വരുമ്പോൾ ഞങ്ങൾ കാണിക്കലുണ്ട് ഓരോ അതെല്ലാം കണ്ട് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് ഓല് പോകും. ഒരു നടപടി ഇതുവരെ പിറ്റേ ദിവസം വിടും. ഓളെ മർദ്ദിച്ചിട്ടില്ല. ഫോണിലൊക്കെ ഓളെ മുഖം വെച്ചിട്ട് മറ്റുള്ള ഓരോ രൂപങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് അത് ഓളെ ഫോണിലേക്കല്ല വേറൊരുത്തരുടെ ഫോണിലൊക്കെ കണ്ടിട്ട് ഓളോട് ഇങ്ങനെ പറയും എന്നെപ്പറ്റി ഇങ്ങനെ പല വീഡിയോ വരുന്നുണ്ടല്ലോ നിങ്ങൾ കാണുന്നില്ലേ. ഓള് എന്ത് ചെയ്യാനാ? അന്നേരം ഒരിക്കലും പോയിട്ട് പരാതി കൊടുത്തിക്കും. ഓളെ വക്കീലിനെ വിളിച്ച് പറഞ്ഞേരോ അയാൾ പറഞ്ഞ് പരാതി കൊടുക്കണമെന്ന് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. മുഖം ഓളത് അങ്ങനെ അയച്ചു ഓരോരുത്തരുടെ ഫോണിലേക്കൊക്കെ ഇങ്ങനെ ഇടും. പിന്നെ ഫോണിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഓരോരോ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇടും. ഓരോരുത്തരുടെ ഫോണിലൊക്കെ ഇങ്ങനെ ഞങ്ങളോട് പറയും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളെന്താ ഇതിനെപ്പറ്റി ഒന്നും പറയാത്ത. അത് പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. അല്ല അത് മുന്നെയാണ്. അത് പിന്നെ ഇതുപോലെ തന്നെ മൂത്ത മോനെ പിന്നെ ആസിഡ് ഒഴിച്ചൊക്കെ അന്ന ഇത് ഒഴിച്ച് പെട്രോൾ ഒഴിച്ചൊക്കെ അന്ന. അപ്പോൾ അത് ചെറിയ മോനെയും കൊണ്ട് ഓൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഓൻ്റെ വീട്ടിൽ നിന്ന് ഓളെ കാണാണ്ടായിട്ട് ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചേടിയാ ഒളിപ്പിച്ചെന്ന് വെച്ചാൽ കാണിച്ചില്ലെങ്കിൽ വലിയോനെ ഞാൻ ഇവിടെ വെച്ചിട്ട് കൊല്ലും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാത്ത സംഗതി ഇനി എന്നോട് ചോദിച്ചിട്ട് എന്താ ഞാൻ അറിയില്ല. അങ്ങനെ ഇവിടേക്ക് വന്നിക്കില്ല. അല്ലല്ല ഓളെ മൂത്ത മോന. അപ്പോൾ ഓന 13 വർഷമായിപ്പോൾ. അല്ലല്ല ഓള് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഇയാളാണ്. അത് പിന്നെ ഹെൽമെറ്റ് ഉണ്ട്. അതിപ്പോൾ അടുത്താണ് ഈ ലാസ്റ്റ് പോരുന്ന സമയത്ത് ആണ് ഹെൽമെറ്റ് കൊണ്ടൊക്കെ അടിച്ച് ഹെൽമെറ്റ് കൊണ്ട് എറിയുകയൊക്കെ ചെയ്തിട്ടാണ്. അന്നേരം കുറേ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് കീഴെടുക്കാനൊക്കെയാണ് ഓല് പറയുന്നത്. ഇന്നലെയാണ് ബാലുശ്ശേരി സ്വദേശി പ്രഭിഷയ്ക്ക് ആസിഡ് ആക്രമണം ഏറ്റത്. പ്രഭിഷയുടെ മുൻ ഭർത്താവ് ബാലുശ്ശേരി സ്വദേശി പ്രശാന്ത് ആണിത് ചെയ്തത്. പ്രശാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ പ്രശാന്ത് നേരത്തെ തന്നെ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു. പോലീസ് ഈ പരാതിയൊന്നും ഇവർ നിരവധി തവണ പരാതി നൽകിയിട്ട് അതൊന്നും ഗൗരവത്തിലെടുത്തില്ല എന്നുമാണ് ഇപ്പോൾ പ്രഭിഷയുടെ അമ്മ പറയുന്നത്. അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മറ്റു വാർത്തകൾ നോക്കാം. കളമശ്ശേരി കഞ്ചാവ് കേസിൽ പണം നൽകിയവർ, കഞ്ചാവിനായി മുൻകൂർ പണം നൽകിയവർ പ്രതികളാവില്ല. പണം നൽകിയവരെ ഈ കേസിലെ സാക്ഷികളാക്കുമെന്നാണ് വിവരം. കൂടുതൽ വ്യക്തത വരുത്താൻ ഈ വിദ്യാർത്ഥികളെ വീണ്ടും ചോദ്യം ചെയ്യും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഈ അനുരാജിന് എത്ര രൂപ ഗൂഗിൾ പേ വഴി കിട്ടി, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇവർ സാക്ഷികളാക്കിയാൽ കൂടുതൽ ഈ കേസിന് ബലം വരുമെന്നാണോ പ്രതീക്ഷ? വിദ്യാർത്ഥികളുടെ പ്രശ്നമായതുകൊണ്ടും വിദ്യാർത്ഥികളെ പരീക്ഷ മുതലായ ചേർത്താൽ ഉണ്ടാകുന്ന അതുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഇങ്ങനത്തെ തീരുമാനത്തിലെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതി ചേർക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പിടിയിലായ പ്രതി അനുരാജിന് ഗൂഗിൾ പേ വഴി കിട്ടിയത് 16,000 രൂപയാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തൽ. ഈ ഒരു സാഹചര്യത്തിൽ അനുരാജിന് പണം നൽകിയ സോഴ്സുകൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമാണ്. അത് കൂടുതൽ തെളിവും കേസിൽ കൂടുതൽ വ്യക്തത വരാമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ, അതായത് അനുരാജിന് പണം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പണമിടപാട് നടത്തിയ വിദ്യാർത്ഥികളെ വീണ്ടും മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. കൊച്ചിയിൽ അതേസമയം ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് യുവാവിനെ കാർ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽ പ്രതികളായ 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ആജ്ഞ തന്നെ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, ഇതിൽ ഈ അഭിജിത്ത് എന്ന ആൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. കാറും പിടിയിലായി. പക്ഷേ ഈ 3 പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ലേ? കഴിഞ്ഞ ദിവസമാണ് ഈ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് കൊച്ചിയിലെ SRM റോഡിൽ യുവാവിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ യുവാവുമായി ഏതാണ്ട് 500 മീറ്ററോളം കാർ ബോണറ്റിൽ ഈ യുവാവിനെയും കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് ഇത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനെ തുടർന്നാണെന്ന് മനസ്സിലാക്കുന്നത്. ആജ്ഞ, ഈ മറ്റ് 3 പേരുടെ കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു വിവരവും കിട്ടിയിട്ടില്ലേ? ശ്രീജ, പോലീസ് മറ്റ് 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇത് പത്തനംതിട്ട സ്വദേശി അഭിജിത്ത് മാത്രമാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരിൽ ഒരാളെ കാറിന്റെ ബോണറ്റിൽ വെച്ച് 1/2 കിലോമീറ്ററോളം ദൂരം ഓടിച്ചത്. വളരെ വേഗത്തിലായിരുന്നു വണ്ടി ഓടിച്ചത്. CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കാറിന്റെ ഉടമ ഉൾപ്പെടെ 3 പേർ
ഒളിവിലാണ്. കാറിന്റെ ഉടമ അമർനാഥാണ്. അമർനാഥിന്റെ അമ്മയുടെ പേരിലുള്ള കാറാണ്. ആ കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം ഈ 3 പേരെ കിട്ടിയില്ല. പ്രതികളായ മറ്റു 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ആ ദിവസം തന്നെ അഭിജിത്ത് എന്ന് പറയുന്ന പത്തനംതിട്ട സ്വദേശി അഭിജിത്ത് എന്ന് പറയുന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അയാളിൽ നിന്ന് മറ്റു 3 പേരുടെ വിവരം ശേഖരിച്ചു വരുന്നുണ്ടോ എന്ന് പോലീസ് അറിയിച്ചില്ല. പക്ഷേ ഈ 3 പേരും ഒളിവിൽ പോയിരുന്ന സംഭവത്തെ തുടർന്നിരുന്നു. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹാരിസൺസ് മലയാളവും എൽസ്റ്റൺ എസ്റ്റേറ്റും നൽകിയ അപ്പീലുകളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള നഷ്ടപരിഹാര തുക ചോദ്യം ചെയ്താണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് അപ്പീൽ നൽകിയിരിക്കുന്നത്. പുനരധിവാസത്തിനായി ഭൂമി വിട്ടു നൽകാനാവില്ലെന്നാണ് ഹാരിസൺസ് മലയാളത്തിന്റെ നിലപാട്. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മേൽ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര ബെഞ്ച് പരിഗണിക്കുക. തുകയ്ക്ക് തുല്യമായ തുക ബോണ്ടായി നൽകണമെന്ന സിംഗിൾ ബെഞ്ച് വിധി അംഗീകരിക്കാനാവില്ലെന്നാണ് ഹാരിസൺസ് മലയാളത്തിന്റെ നിലപാട്. ഹാരിസൺസ് മലയാളത്തിന്റെ കൈവശമുള്ള നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കില്ലെന്ന് സർക്കാർ കഴിഞ്ഞ തവണ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. വയനാട് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ദുരന്ത നിവാരണ നിയമമനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഈ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ 2024 ഒക്ടോബറിൽ ഉത്തരവ് റദ്ദാക്കണമെന്ന എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകളുടെ ആവശ്യം തള്ളിയായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ച് ഇങ്ങനെയൊരു ഉത്തരവിറക്കിയത്. ഇടവേള. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. പറഞ്ഞത് ആശാസമരത്തിന്റെ വേദിയിൽ ഇന്ന് കൂട്ട ഉപവാസം. നിരാഹാര സമരം ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. MA ബിന്ദു, M ശോഭ, KP തങ്കമണി എന്നിവരാണ് നിരാഹാരം തുടരുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, സമരത്തിന്റെ ഒരു ആദ്യഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിലെത്തിയപ്പോഴേക്കും അത് നിരാഹാര സമരത്തിലേക്കും പിന്നീട് 3ാം ഘട്ടത്തിലെത്തിയപ്പോഴേക്കും നിരാഹാര സമരം, ഇന്നിപ്പോൾ അതൊരു കൂട്ട ഉപവാസത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഐക്യദാർഢ്യവുമായി കൂടുതൽ പേര് ഈ വേദിയിൽ എത്തുമെന്നാണോ കരുതുന്നത്? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സംസ്ഥാനത്തെ മുഴുവൻ ആശമാരും ഇവിടെ എത്താൻ കഴിയാത്ത ആശമാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരവരുടെ വീടുകളിലിരുന്ന് ഈ സമരത്തിന്റെ ഭാഗമാകണം എന്നാണ് ഈ സമരസമിതി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. കൂടുതൽ ആളുകൾ ഈ സമരവേദിയിലേക്ക് എത്തും. രാവിലെ 10 മണിയോടെ ഡോക്ടർ P ഗീതയായിരിക്കും ഇവിടെ, അതായത് സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലിൽ ഈ കൂട്ട നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുക. പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഏതാണ്ട് 43 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഫെബ്രുവരി 10 തുടങ്ങിയ പ്രതിഷേധം. അത് ആദ്യഘട്ടത്തിൽ ഒരു ഉപരോധം മാത്രമായിട്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സെക്രട്ടേറിയറ്റ് വളയുന്ന തരത്തിലേക്ക് മാറി. അതിനുശേഷമാണ് നിരാഹാരം, അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടന്നത്. 3 പേർ ആദ്യം നിരാഹാരമായിരുന്നു. അതിലൊരാൾ ആരോഗ്യ സ്ഥിതി വഷളായതിനെ തുടർന്ന് അവരെ മാറ്റി പകരം മറ്റൊരു ആശാപ്രവർത്തകയെ MA ബിന്ദുവിനും തങ്കമണിക്കുമൊപ്പം ശോഭ, അവരാണ് ഇപ്പോൾ നിരാഹാരം അനുസരിക്കുന്ന 3ാമത്തെ വ്യക്തി.
ആ 3 പേർക്കൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഴുവൻ ആശമാരും ഇന്ന് കൂട്ട നിരാഹാര സമരത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇങ്ങനെയൊരു കൂട്ട നിരാഹാര സമരം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത്രമാത്രം വലിയൊരു മാധ്യമ ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് ആശമാർ നടത്തുന്ന പ്രതിഷേധം മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ഏത് തരത്തിലായിരിക്കും ഈ ഒരു പ്രതിഷേധ രീതികളോട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു സമീപനം ഉണ്ടാകുക എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ശരി, ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഒരു കൂട്ട ഉപവാസം ഡാൻ പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്തൊന്നും നമ്മൾ അങ്ങനെ കൂട്ട നിരാഹാര സമരമൊന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടിട്ടില്ല. ആശമാരുടെ സമരത്തിൻ്റെ ഒരു അടുത്ത ഘട്ടമായി അവരുടെ നിരാഹാര സമരം 5ാം ദിവസവും തുടരുകയാണ്. ഒരു കൂട്ട ഉപവാസമാണ് അല്പസമയത്തിനകം അവിടെ ആരംഭിക്കാൻ പോകുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ 3ാം വട്ട ചർച്ചകൾക്കൊരുങ്ങുകയാണ് സൗദി. അമേരിക്കയും റഷ്യയും യുക്രൈനും തമ്മിൽ വെവ്വേറെ ചർച്ചകൾ നടക്കും. അതേസമയം ഊർജ്ജ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാൻ ഞായറാഴ്ച യുക്രൈൻ US പ്രതിനിധികൾ ചർച്ച നടത്തിയതായി യുക്രൈൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഇതൊരു 3ാം ഘട്ട ചർച്ചയാണ്. അതായത് ഏത് വിധേനയും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം, അതിനായി പല തലത്തിൽ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ സൗദിയിൽ നടക്കുന്ന ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ഒരു ആവശ്യം, ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ തന്നെ US-ന്റെ നേതൃത്വത്തിൽ റഷ്യയുമായും യുക്രൈനുമായൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ സൗദിയുമായും നേരത്തെ സൗദിയിൽ വെച്ചൊക്കെ ചർച്ച നടന്നിരുന്നു. ഇപ്പോൾ സൗദി കൂടുതൽ ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുത്ത് വരികയാണ്. സൗദി റഷ്യയുമായും യുക്രൈനുമായും US-ഉമായും വേറെ ചർച്ചകളാണ് നടത്തുന്നത്. അതായത് ഈ വെടിനിർത്തലിന് ഭാഗികമായി റഷ്യയും യുക്രൈനും ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ 3 രാജ്യങ്ങളും നേതൃത്വം വഹിക്കുന്ന US-നെ കൂടി ചേർത്തുകൊണ്ട് 3 രാജ്യങ്ങളുമായും വേറെ ചർച്ചകൾ നടത്തും. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ യുക്രൈനും US-ഉം തമ്മിലുള്ള ഒരു ചർച്ച നടന്നിരുന്നു. അത് കാര്യക്ഷമമായ ചർച്ച തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ സെലൻസ്കി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും റഷ്യ വ്യോമാക്രമണം തുടരുകയാണ്. കീവിൽ ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ റഷ്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വെച്ച വാഗ്ദാനങ്ങൾ, അവർക്ക് മുമ്പിൽ പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല. വീണ്ടും ഈ വ്യോമാക്രമണം തുടരുകയാണ്. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സെലൻസ്കി പറഞ്ഞത്. ഈ അമേരിക്കയുമായി നടന്ന കൂടിക്കാഴ്ചകൾ കാര്യക്ഷമമാണെങ്കിലും റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ അത് ഇല്ലാതാക്കണമെങ്കിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് റഷ്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണം. ഒപ്പം തന്നെ നാളെ ഈ US-ഉം റഷ്യയുമായി ഒരു ചർച്ച നടക്കുമെന്ന സൂചനകളുണ്ട്. ഇന്നലെ യുക്രൈനുമായി നടന്നു. അതുപോലെ തന്നെ നാളെ റഷ്യയുമായി തന്നെ US ചർച്ച നടത്തും. ഒപ്പം സൗദി ഈ ഇരു രാജ്യങ്ങളും റഷ്യയും യുക്രൈനും ഭാഗികമായി 30 ദിവസത്തെ വെടിനിർത്തലിന് ഭാഗിക സമ്മതം മൂളിയ ഒരു സാഹചര്യത്തിൽ അതിൽ കൂടുതൽ ചർച്ചകൾ എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ സൗദി ഉള്ളത്. എന്തായാലും സമാധാനം ഏത് വിധേനയും പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം, അതിന് ലോകം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുന്നു എന്ന ഒരു കാഴ്ച കൂടിയാണ് ശ്രീജ വരുന്നത്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരണം 1,00,000 കടന്നിരിക്കുന്നു. 2 മാസമായി തുടർന്നിരുന്ന വെടിനിർത്തൽ അവസാനിപ്പിച്ച് ആക്രമണം ശക്തമാക്കിയതോടെയാണ് മരണസംഖ്യ 50,000-ലധികത്തിലേക്ക് എത്തുന്നത്. 1,00,000-ലധികം പേർക്ക് പരിക്കേറ്റു. ഇന്നലെ മാത്രം 150ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിരുന്നു. വ്യോമാക്രമണത്തിന് പുറമെ കരയിൽ കൂടി ആക്രമണം വന്നതോടെയാണ് മരണസംഖ്യ കാര്യമായി ഉയർന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഒരു 41 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലം, ഒരു 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു സ്ഥലത്താണ് 50,000 മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ പുറത്തു വരുന്നത്. അതായത് നമ്മൾ ജീനോസൈഡ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കൂട്ടക്കുരുതി ഗാസയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതല്ലേ ഏറ്റവും പുതിയ കണക്കുകൾ തെളിയിക്കുന്നത്?
ഈ മരണസംഖ്യ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ലോകത്ത് പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പല യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഈ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ വളരെ ചെറിയ ഒരു സ്ഥലത്ത് അവിടെ കൊല്ലപ്പെടുന്നതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. കാരണം സാധാരണക്കാരായ ആളുകൾ, യാതൊരു തരത്തിലും ഇത്തരം കാര്യങ്ങളിലൊന്നും പങ്കാളിത്തമില്ലാത്തവർ ഓരോ ദിവസവും ക്രൂരമായി കൊല്ലപ്പെടുകയാണ്. ഇവരുടെയൊക്കെ വിലപിക്കുന്ന കാഴ്ചകളും മറ്റും നമ്മൾ കണ്ട് ലോക മനസാക്ഷി ഞെട്ടുന്ന പശ്ചാത്തലമാണ്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ 148 മണിക്കൂറിനുള്ളിൽ 126 ജീവനുകൾ നഷ്ടപ്പെടുന്ന പശ്ചാത്തലം ഗസയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അങ്ങനെ വരുമ്പോഴാണ് ഈ മരണസംഖ്യ 50,148 എന്ന കണക്കിലേക്ക് ഔദ്യോഗികമായി എത്തുന്നത് ശ്രീജ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് 10,000-കണക്കിന് മൃതദേഹങ്ങൾ അവിടെ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അതിനൊന്നും കണക്കില്ല. അങ്ങനെ ഒരുപക്ഷെ മരണസംഖ്യ 70,000-ഓ 80,000-ഓ കടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പോൾ ഇസ്രായേലിന്റെ പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒഴിപ്പിച്ചുകൊണ്ട് ഇവിടെ പിടിച്ചടക്കുന്ന കാര്യം കൂടി ഇസ്രായേൽ സേന IDF നടപ്പാക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വലിയ ക്രൂരമായ ആക്രമണം, അത് ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പെന്നില്ല, ആശുപത്രികളെന്നില്ല, സ്കൂളുകളെന്നില്ല, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വളരെ കൃത്യമായി തന്നെ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെയുള്ള മറുപടിയായി അവർ പറയുന്നത് തങ്ങളുടെ ബന്ദികളെ വിട്ടു നൽകുന്നതിൽ പലസ്തീൻ, ഹമാസ് കാണിച്ച വലിയ തോതിലുള്ള ഒരു അനാസ്ഥയാണ്. 50ഓളം ബന്ദികൾ ഇപ്പോഴും ഇസ്രായേൽ ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ട്. ഇവരിൽ പകുതിയിലധികം പേരും മരിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത്. ഇതനുസരിച്ച് ഇനിയും ഇത്തരത്തിൽ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിലുള്ള കൂട്ടക്കൊല നടക്കുന്നത്. 120,000-ഓളം ആളുകൾക്ക് പരിക്കേറ്റ് കഴിഞ്ഞു. ഈ പരിക്കേറ്റവരുടെ നില അതീവ പ്രശ്നം തന്നെയാണ്. കാരണം കൈയും കാലുമൊക്കെ നഷ്ടപ്പെട്ടവർ, കണ്ണുകൾ നഷ്ടപ്പെട്ടവർ, മുഖം നഷ്ടപ്പെട്ടവർ, അങ്ങനെ അനവധി ആളുകൾ ഇപ്പോൾ ചത്തത് തുല്യമേ ജീവിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അവിടെ ജീവിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഈ 50,000 1,00,000 കടക്കുന്നു എന്ന കണക്ക് പുറത്തുവിടുന്നത് ഹമാസ് തന്നെയാണ്. ലോകരാജ്യങ്ങൾ പലതും ഇതുമായി ബന്ധപ്പെട്ട് അപലപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. മാർപ്പാപ്പ ആശുപത്രിവാസം കഴിഞ്ഞ് ആദ്യം നടത്തിയ പ്രസ്താവന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. സമാധാനം പുനഃസ്ഥാപിക്കണം, യുദ്ധം എന്നേക്കുമായി നിർത്തണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. ഒപ്പം വലിയ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് നടക്കുന്നത്, ഇത് ലോകരാജ്യങ്ങൾ ഇടപെട്ട് അവസാനിപ്പിക്കണം എന്ന ആവശ്യം മാർപ്പാപ്പ മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നടത്തിയ ബോംബാക്രമണത്തിൽ ഹമാസ് നേതാവ് സലാ അൽ ബെൽദാവിയിലും ഭാര്യയും കൊല്ലപ്പെട്ടു. ഹമാസിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മരിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ ചുക്കാൻ പിടിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അത് വലിയ തിരിച്ചടി ഹമാസിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ ആക്രമണത്തിന് യാതൊരു ശമനവും ഉണ്ടാവില്ല. സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ ഒരു തരത്തിലും നടക്കുന്നില്ല. ഇനിയുള്ള മണിക്കൂറുകളിലും സമാനമായ പ്രശ്നങ്ങൾ ഗസയിൽ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീജ. രഞ്ജിത് രാമചന്ദ്രനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെ ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള വ്യവസായങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിടെ നേട്ടവും ഒപ്പം തിരിച്ചടിയും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ട്രംപിന്റെ ബിസിനസ് വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ സ്കോട്ട്ലൻഡ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ കനത്ത തിരിച്ചടിയാണ്. സ്വന്തം വ്യവസായവും രാഷ്ട്രീയവും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രണ്ടും രണ്ടല്ല. സ്വന്തം വ്യവസായത്തെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിച്ചാണ് ട്രംപിന്റെ ശീലം. നിലവിൽ വ്യവസായങ്ങളുടെ ചുമതല മക്കൾക്കു നൽകിയെങ്കിലും പഴയ ശീലം ട്രംപ് മാറ്റിയിട്ടില്ല. രണ്ടാം തവണ പ്രസിഡന്റായി 2 മാസം കഴിയുമ്പോൾ ചില രാജ്യങ്ങളിൽ ട്രംപിന്റെ വ്യവസായം വളരുമ്പോൾ മറ്റിടങ്ങളിൽ കനത്ത തിരിച്ചടി നേരിടുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇന്ത്യയിലെ 3 ട്രംപ് ടവറുകളും വളർച്ച രേഖപ്പെടുത്തുന്നു. ഒമാനിലും സൗദി അറേബ്യയിലും ട്രംപ് ബ്രാൻഡഡ് ഹോട്ടലും ഗോൾഫ് ക്ലബ്ബും നിർമ്മാണത്തിലാണ്. ട്രംപ് ബ്രാൻഡ് എന്ന നിലയിൽ ലോകത്ത് പലയിടങ്ങളിലും വളർച്ച രേഖപ്പെടുത്തുന്നു. എന്നാൽ പലസ്തീനിലടക്കം ട്രംപ് സ്വീകരിച്ച നയങ്ങൾക്കെതിരായ പ്രതിഷേധം നേരിടുകയാണ് പല രാജ്യങ്ങളിലും ട്രംപിന്റെ വാണിജ്യ സാമ്രാജ്യം. അയർലൻഡിലെയും സ്കോട്ട്ലൻഡിലെയും ട്രംപ് ടേൺബറി ഗോൾഫ് റിസോർട്ടുകളുടെ പ്രവർത്തനത്തിൽ തിരിച്ചടി നേരിടുന്നു. ഗോൾഫ് കോഴ്സിന്റെ പുൽത്തകടിയിൽ ഗാസ നോട്ട് ഫോർ സെയിൽ എന്ന് ചുവന്ന പെയിന്റിൽ വരച്ചാണ് ചിലർ പ്രതിഷേധിച്ചത്. അയർലൻഡിലെ ഗോൾഫ് കോഴ്സിലെ പുൽത്തകടിയിൽ പലസ്തീൻ പതാകകൾ നാട്ടിയായിരുന്നു പ്രതിഷേധം. എന്നാൽ ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതോടെ ഗോൾഫ് കോഴ്സിൽ അംഗത്വാപേക്ഷകൾ കൂടിയെന്നാണ് മാനേജ്മെന്റ് അവകാശവാദം. ട്രംപ് ഓർഗനൈസേഷന്റെ പങ്കാളിത്തത്തിൽ ബാലിയിൽ തുടങ്ങാനിരുന്ന ആഡംബര ഹോട്ടൽ നിർമ്മാണവും മുടങ്ങി. ഇന്തോനേഷ്യയിലെ പദ്ധതിയും പരിസ്ഥിതി നിയമങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി ഇന്തോനേഷ്യൻ സർക്കാർ തടഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
മുൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനുമുള്ള പ്രത്യേക സുരക്ഷയും അവർക്ക് സുരക്ഷാ വിവരങ്ങൾ കൈമാറുന്നതും അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ്. ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികളായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നിരവധി നേതാക്കൾക്കെതിരെയും സമാന നടപടിയുണ്ട്. ദേശീയ താൽപര്യം മാനിച്ച് ഇവർക്കുള്ള സുരക്ഷാ വിവരങ്ങൾ കൈമാറുന്നത് തുടരേണ്ട എന്നതാണ് ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം വിൽപ്പനയ്ക്ക് എത്തിച്ച 2 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പട്ടത്താനം സ്വദേശികളായ ആകാംഷ്, രതീഷ് കുമാർ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത്. ആകാംഷ് നേരത്തെ 10 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിയാണ്. കൊല്ലം അഞ്ചലിൽ നിന്ന് 1 കിലോഗ്രാമിലധികം കഞ്ചാവുമായി അലയമൺ സ്വദേശിനി കുൽസം ബീവിയും എക്സൈസിന്റെ പിടിയിലായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരീക്ഷാ സെന്റർ ഉണ്ടായിരിക്കുമെന്ന തെറ്റായ വിവരം നൽകി വിദ്യാർത്ഥികളെ വെട്ടിലാക്കി ഇഗ്നോ. വെബ്സൈറ്റിൽ നൽകിയ വിവരങ്ങളനുസരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സെന്ററായി തെരഞ്ഞെടുത്ത 50-ലധികം വിദ്യാർത്ഥികൾക്ക് ജൂണിൽ നടക്കുന്ന പരീക്ഷ എഴുതാനാവില്ല. വിദ്യാർത്ഥികൾ നടത്തിയ അന്വേഷണത്തിലാണ് ജയിലിൽ സെന്റർ തന്നെ ഇല്ലെന്ന് ബോധ്യപ്പെട്ടത്. ജൂൺ മാസത്തിലാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയുടെ MBA 3ാം സെമസ്റ്റർ പരീക്ഷ. കഴിഞ്ഞ 2 സെമസ്റ്ററിലും ഇവർ പരീക്ഷ എഴുതിയത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലായിരുന്നു. ഇത്തവണ നിർമ്മലഗിരിയിൽ പരീക്ഷ സെന്റർ ഇല്ല. പകരം സർവകലാശാല വെബ്സൈറ്റിൽ അനുവദിച്ച സെന്ററുകളിലൊന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ. യാത്രാ സൗകര്യമടക്കം പരിഗണിച്ച് നിർമ്മലഗിരിയിൽ പരീക്ഷ എഴുതിയ 50-ലധികം വിദ്യാർത്ഥികൾ 1700 രൂപ ഫീസ് അടച്ച് സെൻട്രൽ ജയിൽ പരീക്ഷ സെന്ററായി തിരഞ്ഞെടുത്തു. എന്നാൽ സെൻട്രൽ ജയിൽ പരീക്ഷ സെന്റർ ആകുമോ എന്ന സംശയം തോന്നിയ വിദ്യാർത്ഥികൾ ചിലർ നടത്തിയ അന്വേഷണമാണ് സർവകലാശാലയുടെ പിഴവ് കണ്ടെത്തിയത്. ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ജയിലിൽ പരീക്ഷാ സെന്റർ ഇല്ലെന്ന് ബോധ്യപ്പെട്ടു. ഫസ്റ്റ് 2 സെം ഞാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്ന് എക്സാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കൂത്തുപറമ്പ് എക്സാം സെന്റർ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോയ സമയത്ത് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമാണ് വരുന്നത്, അതായത് സെൻട്രൽ ജയിലാണ് വരുന്നത്. അപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ എനിക്ക് 6 സബ്ജക്റ്റിന് അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എക്സാം ഫീ അടച്ചിട്ടുണ്ടായിരുന്നു, 1700 രൂപ അടച്ചു. അപ്പോൾ ഇപ്രാവശ്യത്തെ നിയമപ്രകാരം ഒരിക്കൽ എക്സാം ഫീ അടച്ച് രജിസ്റ്റർ ചെയ്താൽ എന്ത് എറർ സംഭവിച്ചാലും പിന്നെ നമുക്ക് റീ ഓപ്ഷൻ ഇല്ല. നമുക്ക് എക്സാം പിന്നെ എഴുതാൻ പറ്റില്ല. അടുത്ത 6 മാസത്തിന് ശേഷം എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നിലവിൽ അപേക്ഷ സമർപ്പിച്ചതിനാൽ 6 മാസം കഴിഞ്ഞ് മാത്രമാണ് അടുത്ത അവസരം. ഇതോടെ ജൂണിൽ നടക്കുന്ന പരീക്ഷ ഇവർക്ക് എഴുതാനാകില്ല. എന്നാൽ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടെങ്കിലും സർവകലാശാല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പരീക്ഷ എഴുതാനായി നിയമവഴി ആലോചിക്കുകയാണ് വിദ്യാർത്ഥികൾ. എനിക്ക് 6 സബ്ജക്റ്റ് ഉള്ളത്. 6 സബ്ജക്റ്റ് എനിക്ക് ഒരു കോളേജിൽ നിന്ന് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. SM കോളേജിൽ നോക്കിയ സമയത്ത് 5 സബ്ജക്റ്റ് മാത്രമേ എഴുതാൻ പറ്റൂ. ഒന്നിന് നമുക്ക് പുറത്ത് പോകണം എന്നാണ് പറയുന്നുണ്ടായത്. എനിക്ക് എന്തായാലും ഇപ്രാവശ്യം എക്സാം എഴുതണം. അല്ലാണ്ട് എനിക്ക് തന്നെ 6 മാസം പോവുക ചെയ്യുന്നത്. ഞാൻ ഈ ഡിസംബറിൽ MBA തീരേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ എഴുതാൻ പറ്റിയിട്ടില്ല. ഞാൻ അടുത്ത ജൂണിൽ എനിക്ക് അടുത്ത എക്സാം എഴുതാൻ പറ്റൂ. ജൂലൈയിൽ എൻ്റെ MBA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ. ഇതോടെ ഇന്ന് രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകൾക്ക് ചൂടേറുന്ന സമയമാണ്. സംസ്ഥാന BJPക്ക് പുതിയ അധ്യക്ഷൻ വരുന്നു, പുതിയ മുഖം വരുന്നു. വിശദമായ ചർച്ചകളും വിശകലനങ്ങളും ന്യൂസ് 10-ൽ കാണാം. TG സജിത് ചേരും. വീണ്ടും നാളെ കാണാം.